സാധാരണ പെൺകുട്ടികൾക്ക് മൂക്കുത്തി ഇടുന്ന ചെറിയ നല്ല തിളങ്ങുന്ന മൂക്കുത്തികൾ ഇടുന്നത് ഒരു ഭംഗിയാണല്ലേ. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വലിയ മൂക്കുത്തികളല്ല. ഈവൻ ചെറുപ്പക്കാർ യുവാക്കൾ പോലും ഇന്ന് ചെറിയ മൂക്കുത്തി, മുട്ട് പോലുള്ള ചെറിയ മൂക്കുത്തികൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാത്രമാണ് മൂക്കിന്റെ അറ്റത്ത് തിളങ്ങുന്നതാണ്. ഇങ്ങനെ സ്റ്റഡ് മൂക്കുത്തികൾ ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡ് ആകുന്ന സമയത്ത് അതിന്റെ പുറകിൽ ഒരു അപകടം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം കൊച്ചിയിൽ, അതായത് എറണാകുളത്ത് 3 പേരാണ് ഈ മൂക്കുത്തി ഇളകി നമ്മുടെ ശ്വാസകോശത്തിൽ പോയി ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം വലിയ മൂക്കുത്തി ഇടുന്ന സമയത്ത് താരതമ്യേന അവയുടെ പിടിയും അവയുടെ സ്ക്രൂവും ആണിയും എല്ലാം തന്നെ താരതമ്യേന വലുതായിരിക്കുകയും സുരക്ഷിതമായി ഇടാൻ പറ്റുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് വളരെ ചെറിയ മുട്ടുപിന്ന് പോലുള്ള ചെറിയ ചെറിയ മൂക്കുത്തികളുടെ ഒരു അപകടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഹോളിനകത്ത് ഇത് വലുതായി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാനും ഉറക്കത്തിലെല്ലാം തന്നെ ശക്തിയായിട്ട് തുമ്മുമ്പോഴോ ശ്വാസം എടുക്കുമ്പോഴോ ദീർഘനിശ്വാസം എടുക്കുന്ന സമയത്തോ നമ്മൾ ചുമയ്ക്കുന്നതിന് മുമ്പ് ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞെടുക്കുമ്പോഴോ ഈ മൂക്കുത്തിയുടെ ആണിയോ മൂക്കുത്തി തന്നെ ഇളകി ശ്വാസനാളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ മൂക്കുത്തി നമ്മുടെ ശ്വാസകോശത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള അപകടമാണ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഇവ ശ്വാസനാളത്തിൽ വളരെ പെട്ടെന്ന് ന്യൂമോണിയ പോലുള്ള അപകടം ഉണ്ടാക്കാം. ശ്വാസനാളത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ഇൻഫെക്ഷൻ ഉണ്ടായി മരണപ്പെടാനുള്ള സാധ്യത വരെയുണ്ട്. ഇത്തരത്തിലുള്ള മൂക്കുത്തികൾ ഉപയോഗിക്കുന്നവരിൽ പലപ്പോഴും ഇവ ശ്വാസകോശത്തിലെത്തിയാൽ എടുത്തു മാറ്റുന്നതിനും ബ്രോങ്കോസ്കോപ്പി പോലുള്ള സർജിക്കൽ മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ചെന്നെത്തിയെന്ന് വരാം. അതുകൊണ്ട് ഇത്തരത്തിൽ മൂക്കുത്തി ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ, അവയുടെ സേഫ്റ്റി സാഹചര്യം കൃത്യമായിട്ട് നോക്കണം. ചെറിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൂക്കുത്തി യാതൊരു കാരണവശാലും ഇട്ട് നൽകരുത്. ഒരു ചെറുപ്പക്കാർ, അത്യാവശ്യം തിരിച്ചറിവുള്ള യുവാക്കളും യുവതികളും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവർ എപ്പോഴും ഈ അപകടത്തിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് ഇഷ്ടപ്പെടുന്ന ന്യൂ ജനറൽ കുട്ടികൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യും.